മാസപ്പടി കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതോടെ തുടർ നടപടികളിലേക്ക് കടന്ന് SFIO. വീണ ഉൾപ്പെടെയുള്ളവർക്ക് SFIO ഉടൻ സമൻസ് അയക്കും. അതേസമയം ഷെഡ്യൂൾഡ് ഒഫൻസ് വന്നതോടെ EDയും കേസിൽ അന്വേഷണം തുടങ്ങി. മുഖ്യമന്ത്രിയുടെ മകൾ അനധികൃതമായി പണം കൈപ്പറ്റിയത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേസിലെ പരാതിക്കാരൻ ഷോൺ ജോർജ് 24നോട് പറഞ്ഞു. മാസപ്പടി കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതോടെ അടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കുകയാണ് ആദ്യ നടപടി. കുറ്റപത്രം 3 മാസം മുൻപ് തയ്യാറായിരുന്നതായാണ് വിവരം. ഡൽഹി ഹൈക്കോടതിയിലെ കേസ് നടക്കുമ്പോൾ തന്നെ പ്രോസിക്യൂഷൻ അനുമതിക്കായി റിപ്പോർട്ട് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് SFIO സമർപ്പിച്ചിരുന്നു. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പച്ചക്കൊടി കാട്ടുകയും ഡൽഹി ഹൈക്കോടതി സ്റ്റേ ആവശ്യം തള്ളുകയും ചെയ്തതോടെ നടപടികൾ വേഗത്തിലാക്കുകയായിരുന്നു. ഷെഡ്യൂൾഡ് ഒഫൻസ് വന്നതോടെ തങ്ങൾ രജിസ്റ്റർ ചെയ്ത കേസിൽ ED അന്വേഷണം ആരംഭിച്ചു. SFIOയിൽ നിന്നും കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ED തേടിയിട്ടുണ്ട്. പ്രതികളെ EDയും വൈകാതെ സമൻസ് നൽകി വിളിച്ചു വരുത്തും. ഇതിനിടെ SFIO കുറ്റപത്രം റദ്ദാക്കാൻ വീണയടക്കമുള്ള പ്രതികൾ കോടതിയെ സമീപിക്കാനും സാധ്യതകളേറെയാണ്. 24 തിരുവനന്തപുരം.